നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മന്ത്രിക്കുപ്പായം തുന്നി നിൽക്കുകയാണ് കോൺഗ്രസിലെ പല എംപിമാരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന മോഹത്തിലാണ് പലരും. വരാൻ പോകുന്നത് UDF സർക്കാരാണെന്നും അവിടെ നിയമസഭയിൽ മത്സരിച്ചു ജയിച്ചാൽ മന്ത്രിമാരാവാം എന്നതുമൊക്കെയാണ് ഈ മോഹത്തിന് അടിസ്ഥാനം. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒഴികെ സർവ്വ എംപിമാർക്കും ഇങ്ങനെയൊരു മോഹം ഉണ്ട് എന്നൊക്കെയാണ് കഥകൾ. പക്ഷേ ഉള്ളിലെ മോഹമുണ്ടെങ്കിലും നടക്കില്ലെന്ന് ഉറപ്പുള്ളതിനാൽ പുറത്തു പറയാത്തവരാണ് ഒരു കൂട്ടർ. ഷാഫി പറമ്പിലിനെയും ഹൈബി ഈഡനെയും ഒക്കെ നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താം. സമുദായ സമവാക്യമടക്കം കളം ഒത്തുവന്നാൽ നിയമസഭാ മത്സര മോഹം പൂവണിയാൻ സാധ്യതയുള്ളവരുമുണ്ട്. അടൂർ പ്രകാശിനെയും കൊടുക്കുതിൽ സുരേഷിനെയും ഒക്കെ വേണമെങ്കിൽ ഈ കളത്തിൽ വയ്ക്കാം. നടക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും സിനിമാ ഡയലോഗ് പോലെ എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ എന്ന് ചിന്തിച്ച് മോഹം തുറന്നു പറയുന്നവരാണ് മറ്റൊരു കൂട്ടർ. രാജ്മോഹൻ ഉണ്ണിത്താനും MK രാഘവനുമൊക്കെ നമുക്ക് ഈ കളത്തിലും പങ്കെടുത്താം. ശനിയാഴ്ച ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന പോസിറ്റീവായ പ്രതികരണമാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്ന് ന്യൂസ് 18നോട് ഉണ്ടായത്. അങ്ങനെ ഒരു മോഹം വേണ്ട എന്നും MPമാർ നിയമസഭയിൽ മത്സരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാടെന്നും കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ചു പരാജയപ്പെട്ട K മുരളീധരൻ അറുത്തുമുറിച്ചു തന്നെ പറഞ്ഞു. ഷാഫിക്ക് മോഹമുണ്ടെങ്കിലും അത് പറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എന്തായാലും കോൺഗ്രസിൽ ചർച്ച ചൂടുപിടിക്കുകയാണ്. സ്വാഭാവികമായും പൊതുമണ്ഡലത്തിലും ഇങ്ങനെയൊരു ചർച്ചയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് MPമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ, മത്സരിച്ചാൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമോ, എല്ലാവരും മത്സരിക്കണോ, ചിലർക്കെങ്കിലും ഇളവ് നൽകണോ തുടങ്ങി പലതരത്തിലുള്ള ചർച്ചകളാണ്. മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇവരുടെയൊക്കെ മണ്ഡലത്തിൽ വീണ്ടും ജയിക്കാൻ കഴിയുമോ? പല ചോദ്യങ്ങൾ എപ്പോഴുമുണ്ട്. ഈ വിഷയത്തിലേക്കാണ് ന്യൂസ് 18 പൊതുവേദി കടക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ദിവാകരൻ, കേരളത്തിലെ കോൺഗ്രസ് MPമാരിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് അവിടെ ഡൽഹിയിൽ പോയി പ്രതിപക്ഷത്തിൻ്റെ ഒരു MP ആയിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചാൽ UDFന് ഭരണം കിട്ടും എന്നൊരു തോന്നലൊക്കെ UDFകാർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജയിച്ചാൽ മന്ത്രിയാവാം എന്നുള്ളൊരു മോഹം കൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നൊരു മോഹമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ അതോ ദോഷമാകുമോ? ആദ്യം ഇവര് പഠിക്കേണ്ട യൂണിറ്റി സ്ട്രെങ്താ, ഐക്യമത്യം മഹാബലം. അപ്പം അതുമല്ല, എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫൈഡ് ഉള്ള കൂട്ടർ ഇതിൽ മത്സരിച്ചാൽ നല്ല, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദം എല്ലാം കൊണ്ടും, അതായത് ഈ പാർട്ടിക്ക് ഉന്നതയിൽ എത്തുന്ന രീതിയിൽ നീങ്ങുന്ന ഏതാ മഹത് വ്യക്തി. ഇപ്പൊ ഷാഫി പറമ്പ് നല്ലൊരു വ്യക്തിയാ. ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പാർട്ടി പറയുന്നില്ല, പേഴ്സണലായിട്ട് അദ്ദേഹം പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും ജയിക്കാനും അദ്ദേഹത്തിന് ടീച്ചറെ തോൽപ്പിക്കേണ്ട കഴിവും വന്നത് ഷാഫി പറമ്പ്. അതുമല്ല, നല്ല എഡ്യൂക്കേഷനാണ്, നല്ല ഇംഗ്ലീഷെല്ലാം നല്ലോണം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. MP ആയിട്ടും പറ്റും, നിയമസഭയിലും പറ്റും. അതേപോലെയുള്ള കൂട്ടർ, അതേപോലെയുള്ള നല്ല ഡിസ്ക്വാളിഫൈഡ് ആയ കൂട്ടറല്ല. ഇതുവരെ എല്ലാവരും മനസ്സിലാക്കിയില്ല അയാളെ വ്യക്തിത്വം എങ്ങനെയുണ്ട്, റെസ്പെക്ട് ഡിസിപ്ലിൻ ചെയ്യുന്നു മനുഷ്യർക്ക്. ശരി ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ MPമാർക്കൊക്കെ സ്വാഭാവികമായും ആഗ്രഹം കാണും, കേന്ദ്രത്തിൽ പോയി പ്രതിപക്ഷത്തെ ഒരു MP ആയിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് സംസ്ഥാനത്ത് ജയിച്ചാൽ ഒരു മന്ത്രിയൊക്കെ ആവുന്നത്. അവരുടെ ഈ മോഹം പൂവണിയാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്, അത് യാതൊരു തകരാറുമില്ല. കാരണം 25 കോടി ഉറുപ്പ്യന്റെ അഴിമതി നടത്തിച്ചാണ് ഒരു ലീഗിന്റെ നേതാവ് മഞ്ചേരി ജയിലിൽ കിടക്കുന്നത്. ഒരു ചർച്ച ചെയ്തു ഇതുവരെ? ജയിലിൽ കിടക്കുന്ന ആരെയാണ്? ലീഗിന്റെ നേതാവ് ജയിലിൽ കിടക്കുന്നത്, മഞ്ചേരി ജയിലിൽ 25 കോടി ഉറുപ്പ്യന്റെ അഴിമതി നടത്തിയിട്ട് ലീഗിന്റെ നേതാവ് ജയിലിൽ കിടന്നത് 18 ദിവസമായി. ചർച്ച ചെയ്തങ്ങൾ ഏത് നേതാവാണ്? ലീഗിന്റെ നേതാവാ, ജില്ലാ പഞ്ചായത്തിലേക്ക് പണ്ട് ലീഗിന്റെ ഹാരിസ്. ശരി, ചർച്ച ചെയ്തോ? ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഒരു സീനിയറായ ഒരു നേതാവ് അങ്ങനെ വരുന്നതായിട്ട് മഞ്ചേരി മലപ്പുറം ജില്ലയെ പോയി അന്വേഷിച്ച് ജയിലിൽ കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കാണുകയില്ല. താങ്കൾ പറഞ്ഞാലേ. നമ്പർ 2, മോഡിനെ പുകത്തി പറയുന്ന ശശി തരൂരാണോ ഈ കുപ്പായം തുന്നിച്ച് നടക്കേണ്ടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്ടി അല്ലെങ്കിൽ മറ്റു മന്ത്രിയാണ്ടി? ഞാനിങ് RSന്റെ ശാഖയെ പോകുന്ന പറഞ്ഞ സുധാകരനാണോ കുപ്പായം തുന്നിച്ച് നടക്കേണ്ടി?
സുധാകരൻ RSSന്റെ ശാഖയിൽ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നത് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ പറയുമ്പോൾ ഒരാളെ എതിരെ പറഞ്ഞ സാധനം പറയുമ്പോൾ കൃത്യമായി പറയണം. നടക്കേണ്ടി അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. സുധാകരൻ കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാക്കളുടെ ഒരാളാണ്. അങ്ങനെ ഒരാളെ മറ്റേ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കെ സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ വരും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പത്തനംതിട്ട MP അടക്കമുള്ള ആളുകൾക്കൊക്കെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയപ്പെടുന്നു. കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം അടൂർ സാറിനെ വിളിച്ചായിരുന്നു. ശരി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് സോണിയാഗാന്ധി അനുവദിക്കോ ഇല്ലയോ എന്ന് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. കാരണം നേരത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഹൈക്കമാൻഡാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം ഇവിടുന്ന് കോതിന്ന് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ജയിച്ചാൽ എന്തുമാത്രം വികസനങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ. അദ്ദേഹത്തിന് ഇവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നു. നല്ലൊരു സഹപ്രവർത്തനം. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് പിന്നെങ്കിൽ ഇത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് അദ്ദേഹം ഇവിടെ ജയിക്കും. അത് ഉറപ്പായിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ് MPമാരിൽ ചിലരെങ്കിലും അങ്ങനെ കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അതോ ആരെയും മത്സരിപ്പിക്കാൻ അനുവദിക്കാനുള്ള സാധ്യതയില്ലേ? എന്താണ് താങ്കൾക്ക്? അത് ഗുണമാവുമോ ദോഷമാവുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? മനു, നമസ്കാരം. ഞങ്ങൾ ബോംബെ വെള്ളപ്പൊക്കത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മനു അറിഞ്ഞാണുമല്ലോ. അറിഞ്ഞു. ബോംബെയിലെ വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ നൽകിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ട്? താങ്കളുടെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പ്രയാസമുണ്ടോ? ഞങ്ങളുടെ മറോളിലെ എയർപോർട്ട് ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കമാണ്. എന്നാലും ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷെ നല്ല വെള്ളപ്പൊക്കം ഇവിടെ, ഹെവി റെയിൻ ആണ്. ശരി, എന്തായാലും താങ്കൾ ശ്രദ്ധിക്കുക. വിഷയം വളരെ ക്ലിയർ ആണ്. ഈ MPമാരെല്ലാം കുപ്പായം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചു കൊടുക്കണം മനുവിന്റെ ഇന്നത്തെ ചോദ്യം. പക്ഷേ ഇതിനകത്തൊരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ഈ അടൂർ പ്രകാശ് ഒഴികെ വേറെ ഏത് MPമാർ ഈ മത്സരിച്ചാലും അവരൊക്കെ വിജയം എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമാണ്. അപ്പം ആന്റുവാനിന് നിൽക്കുന്നുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് നിൽക്കുന്നുണ്ട്, വേണ്ടി വന്ന വേണുഗോപാൽ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ വരെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കോൺഗ്രസിലെ 2ാം നിര 3ാം നിര നേതാക്കന്മാരെ തടയുന്നൊരു ഏർപ്പാടായിട്ട് മാറും. കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ 2ാം നിര 3ാം നിര നേതാക്കന്മാരുണ്ട്. അവർക്കിനി എന്നാ ചാൻസ് കിട്ടുന്നത്? ഇപ്പൊ തന്നെ സംഘടന യൂത്ത് കോൺഗ്രസിന്റെ സംഘടന വളർത്തേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിട്ട് പാലക്കാട് നിർത്തിയതിന്റെ പുറത്ത് യൂത്ത് കോൺഗ്രസിന് നിശ്ചയമായില്ലേ? കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് പ്രവർത്തനമില്ല. എന്തുകൊണ്ടില്ല? ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പിടിച്ച് എത്രയും പെട്ടെന്ന് കൊണ്ടുചെന്നത് സ്ഥാനാർത്ഥിയാക്കി, MLA ആക്കി, പ്രവർത്തനം നിന്നു. അടൂർ പ്രകാശ് അതുപോലെ സെയിം തന്നെ UDFന്റെ കൺവീനറായി. അടൂർ പ്രകാശിനെ സംബന്ധിച്ച്, സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇനി അവർ ചെയ്യേണ്ടി എന്നാണ്? പാർട്ടിയെ വളർത്തി ഒരു 2 വർഷമായപ്പോൾ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്ന് അധികാരം എടുക്കാനുള്ളതിന് പകരം നിന്ന് മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരിൽ വേണ്ട 2ാം നിര 3ാം നിര നേതാക്കൾക്ക് അവസരം വേണ്ടേ? ശരി, താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇവരെ ഇങ്ങോട്ട് മത്സരിച്ചാൽ വീണ്ടും അവസരമുണ്ട്. ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇവർ ജയിച്ചാൽ അവർ അപ്പോൾ അവസരമുണ്ട്, തോറ്റാലാണ് അവസരമില്ലാത്തത്. ഇപ്പൊ ആന്റുവാനിക്കും അടൂർ പ്രകാശിനും ലോക്സഭ വരുമ്പോ അങ്ങോട്ടേക്ക് മാറണം, നിയമസഭ വരുമ്പോ ഇങ്ങോട്ടേക്ക് വരണം. ഇവർ മാത്രം മത്സരിച്ചാൽ മതിയോ? വേറെ ആരും ഈ രാഷ്ട്രീയത്തിലുള്ളവരല്ലേ? ഇപ്പൊ ഞങ്ങളെ പോലുള്ള 2ാമത്തെ നിര 3ാം നിരക്കാർ ഞങ്ങൾ എവിടെ പോയി മത്സരിക്കും? താങ്കൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കാൻ വേണ്ടി ഞാൻ കുപ്പായം തയ്ച്ചോണ്ടിരിക്കുക. താങ്കൾ കോൺഗ്രസിന്റെ ഏത് കമ്മിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാനിവിടെ ഞങ്ങളുടെ ഈ ബോംബെയിലെ ഞാനാണെങ്കിൽ ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ DCC മെമ്പറാ. ശരി, ഈ ബോംബെ പത്തനംതിട്ട DCC മെമ്പർമാർക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ സീറ്റില്ല. അപ്പൊ പിന്നെ ബോംബെ DCC മെമ്പർക്ക് കൊടുക്കാൻ സീറ്റ് കാണുമോ? സീറ്റ് കാണും. അതാ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഞങ്ങളെ പോലെ 2ാം നിര 3ാം നിരക്കാർ ഇവിടെ നിൽക്കുമ്പോ 1ാം നിരക്കാർ മാത്രം മത്സരിച്ചാൽ മതി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര ആളായിട്ട് സീറ്റ് ഒഴിയാതിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവർക്കൊക്കെ റിട്ടയർ ആയിട്ട് സമയം കഴിഞ്ഞില്ലേ? ഇവരൊക്കെ തന്നെയാണ് പിന്നെ പലരും റിട്ടയർ ആവാൻ തയ്യാറില്ല എന്നുള്ളതാണ് രസകരമായ സംഭവം. അവരൊക്കെ മരിക്കും വരെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിൽ. കോൺഗ്രസ് റിട്ടയർമെന്റ് വെക്കണമെന്ന് ഇതിങ്ങനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഈ 2ാം നിര 3ാം നിര പിള്ളേരെ മുന്നോട്ട് വരത്തില്ല. പിള്ളേർ ഫെഡപ്പായിരിക്കുക. ശരി, എന്നാൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു കാര്യം കോൺഗ്രസിലെ 2ാം നിര
മൂന്നാം നിര ആൾക്കാരെയാണ് BJP പിടിച്ചോണ്ട് പോകുന്നത്. അതും കൂടെ മനസ്സിലാക്കിക്കോ. ശരി, ഓക്കെ. അങ്ങനെയൊക്കെ പോകുന്നവർ പോട്ടെ എന്ന് വെക്കുന്നതല്ലേ നല്ലത്. ഇവിടെ സീറ്റ് കിട്ടിയില്ല ഉടനെ തന്നെ BJP-യിലേക്ക് പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോട്ടെ എന്ന് വെക്കുന്നതല്ലേ നല്ലത്. പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നില്ല. ശരി, എന്താ ശ്രീ ബാലേന്ദ്രനാണ് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ എവിടെ നിന്നാണ് ശ്രീ ബാലേന്ദ്രൻ വിളിക്കുന്നത്? ബറേലിയിൽ നിന്ന്. ഓക്കെ, പറഞ്ഞോളൂ താങ്കൾ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അതെന്താ പറയുക, എനിക്ക് കുറച്ച് സമയമാണ്. ഒന്നാമത്തെ ഇത്ര ഒരു ദാരിദ്ര്യം പിടിച്ച പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ഈ നാടിന് ആവശ്യമുള്ള സാധനമാണ്. ഇത് കുറെ ഇങ്ങനത്തെ നേതാക്കന്മാർ കൂടിയിട്ട് അതിനെ നശിപ്പിച്ച് നാരായണക്കല്ലിടിപ്പിക്കും. അതിന് ആദ്യം തന്നെ ഇവരുടെ കേന്ദ്ര നേതൃത്വം എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് കുറെ കള്ളന്മാരുണ്ട്. ആ കള്ളന്മാരെ കംപ്ലീറ്റ് നിന്ന് പുറത്താക്കിയിട്ട് ശുദ്ധികലശം ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങണം. എന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് വളർച്ചുള്ളൂ. ഇതിലിപ്പോ ഇനി വയസ്സായിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നുള്ള അഭിപ്രായം നിൽക്കില്ല മുമ്പത്തെ ആള് പറഞ്ഞ പോലെ. കാരണം വയസ്സായിട്ടുള്ള ആൾക്കാരിലും കഴിവുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരിലും. എനിക്ക് എന്റെ ഒരു മനസ്സിലുള്ള ഒരു അഭിപ്രായം, ഈ VM സുധീരനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇത് കൊടുത്തിട്ട് ധൈര്യം, സഹായം എല്ലാം കൂടി കൊടുത്തിട്ട് അദ്ദേഹത്തിനൊക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നേരിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ അതിന് ശരിയായ രീതിയിൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കാനും അദ്ദേഹത്തിന് പറ്റും. പക്ഷെ ഒരു അണികൾ മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് VM സുധീരൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ അയാൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ഈ RSSന്റെ ഓഫീസിന് കാവൽ നിന്നിട്ടുള്ള ആൾക്കാരും മറ്റൊരു ഭദ്രദീപം കൊളുത്താൻ പോയിട്ടുള്ള ആൾക്കാരും അങ്ങ് ആ പാർട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സംഗതി കതറിട്ടു കോൺഗ്രസിൽ ലേവലുണ്ട്. പറയാൻ കഴിയുമോ? അവരാരും മോശക്കാരാണെന്നൊക്കെ പറയാൻ കഴിയും? അവരൊക്കെ പ്രഗത്ഭരായ നേതാക്കൾ തന്നെയല്ലേ? അതിൽ മോശം എന്ന് പറഞ്ഞാൽ അവര് അതേ പഠിച്ചിട്ടുള്ളൂ. കുതികാല് വെട്ടും സഹായം ചെയ്തവന്റെ താത്തിക്കെട്ടലും ഉപതാക്കളാണ് ഇവർ പഠിച്ചിട്ടുള്ള. അത് കോൺഗ്രസ് സംസ്കാരമാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അണികളാണ് ഇവരുടെ ധൈര്യം. ആ അണികൾ ഇങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ കളി കളിച്ചാൽ കുറച്ചു കാലം MP ആയിട്ട് പോവുക, അവിടെ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നിട്ട് MLA വന്ന് നോക്കുക, കുഞ്ഞാലിക്കുട്ടി കളിക്കുന്ന കളി പോലെ കളിക്കുന്നത്. അങ്ങനെ കാലം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയേക്കാളും കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണ്. ഇവർ ഈ 18 MP മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ നേതാക്കന്മാർ MLA ആയിട്ട് നിൽക്കാനുള്ള ആൾക്കാർ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലേന്ദ്രൻ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കമൻറ്റുകൾ യൂട്യൂബിലും വന്നിട്ടുണ്ട്. ആദ്യം ഷിജു കിരിയത്താണ്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. വൈ ദർ ഇസ് നോ മുരളിയേട്ടൻ ഇൻ യുവർ തംബ്നെയിൽ ഇൻ CM's ലിസ്റ്റ്? CM's ലിസ്റ്റ് അല്ല ശ്രീ ഷിജു കിരിയത്ത്, ഇത് മത്സരിക്കാൻ താല്പര്യമുള്ള MP-മാരുടെ ലിസ്റ്റാണ്. അല്ലാതെ മുഖ്യമന്ത്രി ആവാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ്. താല്പര്യം എല്ലാവർക്കും കാണും, അതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും മറ്റൊരു പ്രശ്നം എഴുതിയിരിക്കുന്നു. ശിവൻകുട്ടി CR, MP ആയാലും MLA ആയാലും ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അവർ കാലാവധി പൂർത്തിയാക്കണം. അതിനുള്ള നിയമം രാജ്യത്ത് ഉണ്ടാവണം. അല്ലാതെ സ്ഥാനമാനങ്ങൾ നോക്കി പോകുന്നത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ MP-മാരും MLA-മാരും ഒക്കെ തിരിച്ചും മറിച്ചും, പ്രധാനമായി MLA-മാരാണ് കൂടുതലായി MP സ്ഥാനത്തേക്ക് പലപ്പോഴും കേരളത്തിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഗ്ലാഡിയേറ്റർ പറയുന്നു, BJP 10 സീറ്റിൽ കുറയാതെ നേടും. കേവല ഭൂരിപക്ഷമില്ലാതെ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചു ഭരിക്കേണ്ടി വരും എന്ന് കൂടുന്നു. 10 സീറ്റിൽ കുറയാതെ നേടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കേണ്ടി വരും? ആ കണക്ക് ശരിയാവണമെങ്കിൽ വലിയ പ്രയാസമാവും. രണ്ടുപേർക്കും 65 വീതമൊക്കെ കിട്ടി. BJP-ക്ക് ഒരു 15 എന്നൊക്കെ പറഞ്ഞ് ആ കൃത്യം എണ്ണം തന്നെ കിട്ടണം. ഒരു സീറ്റെങ്കിലും അധികം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഭരിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ BJP-യുടെ 10 സീറ്റ് കുറയാതെ നേടുമെന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ ഒരു പാർട്ടിയാണ് ഈ 10 സീറ്റിൽ കൂടുതൽ ഒറ്റയടിക്ക് നേടുമെന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നത് എന്നതുകൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജയകുമാർ, നമസ്കാരം. ഒരിടത്തും ഒരു ചർച്ചയും നടന്നതായി കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. ചാനലിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. സുധാകരൻ അതിനുശേഷം എത്രയോ പ്രാവശ്യം ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഒരിടത്തും ഒരു ചർച്ചയും നടന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട്. UDF കൺവീനർ, ഞങ്ങൾ ഈ വാർത്ത ശനിയാഴ്ച ദിവസമാണ് പുറത്തുവിടുന്നത്. ആ വാർത്ത വന്നതിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിൽ K മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഏറ്റവും ആധികാരികമായ രണ്ടാളുകൾ KPCC പ്രസിഡന്റും UDF കൺവീനറുമാണ്. ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതികരണം വന്നിട്ടില്ല. അദ്ദേഹം നേരിട്ട് MP അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് വേണമെങ്കിൽ പറയാം. അരിമ്പതി കോലപ്പറമ്പത്ത് പറയുന്നു, ഹേയ് കിരൺ നമസ്കാരം. അടുത്ത മുഖ്യമന്ത്രി റിയാസ് എന്ന് ഗ്ലാഡിയേറ്റർ. പുള്ളി എനിക്ക് തോന്നുന്നു മുമ്പേ എഴുതിയ മട്ടിൽ കളിയാക്കി 10 സീറ്റിൽ കൂടുതൽ BJP ലഭിക്കും എന്നൊക്കെ പറയാം. ഗ്ലാഡിയേറ്ററെ സ്വന്തം പേരിലൊന്ന് എഴുതിയാൽ കൊള്ളാമായിരുന്നു. ഗ്ലാഡിയേറ്റർ ആ പേരൊക്കെ ആളുകളൊക്കെ ഒന്ന് കണ്ടേനെ. എന്തിനാ വ്യാജ പേരിലൊക്കെ? ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ ജയകുമാർ ചോദിക്കും. ജയകുമാർ എങ്ങനെ ചോദിച്ചാന്ന് എനിക്ക് മനസ്സിലായില്ല.
ഹിന്ദുക്കളും ക്രിസംഖികളും BJPയെ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് ബാൽ താക്കറെ എന്തായാലും മരിച്ചുപോയ ബാൽ താക്കറെ ആവില്ല, ബാൽ താക്കറയുടെ പേരിൽ മറ്റാരോ ആണ് എന്നതും വ്യക്തമാണ്. നമുക്ക് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിലെ കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസ് MPമാരിൽ പലരും MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. വരുന്ന തവണ ഒരു UDF ഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടാകുന്നത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ഹൈക്കമാൻഡ് ഒരു MPയെയും കേരള നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചില്ല. കാരണം ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് അറിയാം കേരളത്തിൽ ഭരണം കിട്ടൂല. ഇവരൊക്കെ ഏതാനും ചിലർ കേരളത്തിൽ കച്ചകെട്ടിയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഈ MPമാർക്ക് അറിയില്ലേ കേരളത്തിൽ ഭരണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും പ്രതിപക്ഷ MP ആയിട്ടിരിക്കുന്നതിനേക്കാൾ താഴ്ന്ന അവസ്ഥയല്ലേ പ്രതിപക്ഷ MLA ആയിട്ടിരിക്കുന്നത്? അതൊക്കെ മോഹങ്ങളാണ് സാർ, കാഴ്ചപ്പാടില്ലാത്തല്ല, രാഷ്ട്രീയ വീക്ഷണം ഇല്ലാത്തല്ല. താങ്കളുടെ അത്ര പോലും അറിവില്ലാത്ത, രാഷ്ട്രീയ ധാരണ ഇല്ലാത്തവരാണോ ഈ കേരളത്തിലെ പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന, കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടൂർ പ്രകാശും കൊടുക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും MK രാഘവനും ഒക്കെ പോലെയുള്ള MPമാർ? സാർ ഒരു സെക്കൻഡ് സാർ ഒന്ന് പറയാൻ അനുവദി. ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ആവുക. അത്രയും അംഗബലം കോൺഗ്രസിന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കിട്ടത്തില്ല. അത് പിന്നെ ഈ BJP-കാരനായ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? താങ്കളുടെ പാർട്ടി ഇനി ആവും, താങ്കളുടെ ഒരു ആഗ്രഹം വെച്ച് താങ്കൾ പലപ്പോഴും അങ്ങനെ കടത്തി പറയുന്ന ആളാണ്. ആഗ്രഹം വെച്ച് ഞങ്ങളുടെ പാർട്ടി പ്രതിപക്ഷത്തിലേക്ക് വരുമെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗ് വരുമെന്നാണ്. ഈ ലീഗ് വളരുന്നു എന്ന് കാണിച്ചിട്ട് BJP-ക്ക് വളരുക എന്നുള്ള തന്ത്രമാണോ? അങ്ങനെയല്ല സർ. ഒരു പക്ഷേ ലീഗിന് 20 സീറ്റ് വരെ കേരള നിയമസഭയിൽ ഇപ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് കോൺഗ്രസിന് 20-ൽ താഴെ സീറ്റേ കിട്ടുമെന്നാ പറഞ്ഞതിനർത്ഥം. പിന്നെ വേറൊന്ന്, ഇൻ കേസ് ജനവിധി കോൺഗ്രസിന് അനുകൂലമാകുകയാണെങ്കിൽ ഈ കുപ്പായം തുന്നിയ മുഖ്യമന്ത്രിക്കാരൊന്നും ഇവിടെ ഉണ്ടാവില്ല. അത് KC വേണുഗോപാലായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. എങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്നുള്ളതിൽ ഒരു BJP-കാരൻ നിലയ്ക്ക് താങ്കൾക്ക് പറയാം. താങ്കളുടെ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്താവും? ഞങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ കേരളത്തിൽ ഞങ്ങൾ എന്ത് പുഴുവല്ലേ സാർ? ഞങ്ങളിപ്പോ സുരേഷ് ഗോപി രാജിവെക്കാൻ പോവല്ലേ? അദ്ദേഹം കള്ളവോട്ട് ചെയ്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രാജിവെട്ട പ്രചരണം നടത്തുന്നുണ്ട്. സുരേഷ് ഗോപി നാളെ രാജിവെക്കും. അതവർ പ്രതീക്ഷിച്ച് അവിടെ നിന്നോട്ടെ. അവർക്ക് ഉറക്കം കെടുക്കുന്ന രാത്രികളിൽ സുരേഷ് ഗോപി രാജിയൊന്നും വെക്കണ്ട. പക്ഷെ സുരേഷ് ഗോപി അവിടെ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും ഒക്കെ ഉണ്ട്. പറഞ്ഞല്ലോ, ഉന്നയിക്കുന്ന ചില അങ്ങനെ ഒരു ബാലിശമായി കുട്ടികളൊക്കെ പറയുന്നത് പോലെ എതിരാളികളെ വാനരന്മാർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരു ജനപ്രതിനിധിക്കോ ഒരു മന്ത്രിക്കോ നേരാവണ്ണം ചിന്തിക്കുന്ന ബോധമുള്ള ഒരു നേതാവിനോ യോജിച്ചാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന് കുറച്ച് നേരാവണ്ണം പ്രവർത്തനം കുറവാ. താങ്കൾ എത്ര കാലമായി അദ്ദേഹത്തിനെ ട്രോളാൻ അദ്ദേഹം വിട്ടു തന്നിട്ടല്ലേ? അല്ല, ഞങ്ങൾ വെറുതെ പോയി വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളെ വിളിച്ച് ട്രോളുകയാണോ? അദ്ദേഹം തന്നെ ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു MP എതിരാളികൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവരെ കുരങ്ങന്മാർ, വാനരന്മാർ എന്നൊക്കെ പറയുമോ? അത് റൈറ്റ് അല്ലേ സാർ? കുരങ്ങിന്റെ കളി കളിച്ചാൽ കുരങ്ങൻ തന്നെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ പറയേണ്ടി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കളിക്കും നേരെ ആളുകൾക്ക് ഇതിൽ കൂടുതൽ പറയേണ്ടി വരില്ലേ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. അദ്ദേഹം ഈ എതിർപ്പുകൾ എല്ലാം നാനാ വഹിക്കുന്നുള്ള കുത്തിത്തിരിപ്പുകൾ നേരിട്ടിട്ടാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ പാർലമെന്റിൽ അന്തസ്സായിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. അതിനിവിടെ ചോറിയും കുത്തി നടന്നിട്ട് കാര്യമില്ല സാർ. ജനഹിതമാണ്. ഞങ്ങൾ ഇപ്പോഴും വോട്ട് ചോറി എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്ത്യയിലെ. ഇപ്പം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ സാർ. അവിടെയാണല്ലോ 13 ദിവസം കോലാഹലം കോൺഗ്രസ്. അതെ, അവിടെ 65 ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ SIR സംബന്ധിച്ചാണ് അവിടെ തർക്കം നടക്കുന്നത്. അതിനൊരു കൃത്യമായ മറുപടി ഇപ്പോഴും ഇല്ല. അതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് നുഴഞ്ഞു കയറി വന്ന രാജ്യത്തുനിന്ന് വിദേശത്തുനിന്ന് വന്നിട്ട് നുഴഞ്ഞു കയറി വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഭീകരവാദികൾ, തീവ്രവാദികളെ വോട്ട് ചെയ്യാൻ 65 ലക്ഷം പേരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ അതിർത്തിയൊക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിയൊന്നല്ല, ഭരണഘടനാ സ്ഥാപനം അതിന് ഉത്തരം കൊടുത്തല്ലോ. പറഞ്ഞല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ കൂടി ചിന്തിക്കേണ്ടി വരും. എന്റെ ആക്ഷേപമല്ല, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടിയായി ചോദിച്ചതാണ്. എന്തായാലും ശരി, ബാലകൃഷ്ണൻ നടക്കട്ടെ. അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, കേരളത്തിലെ MPമാരിൽ പലരും ഇപ്പോൾ അടുത്തതൊരു UDF ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിമാരാവാം, അതല്ലേ കൂടുതൽ നല്ലതെന്നൊക്കെ ഒരു മോഹം പലർക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിലരും പരസ്യമായിട്ടൊക്കെ പ്രതികരണങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രീ കിരൺ, ഒന്നുകിൽ പാർട്ടി, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമം, മത്സരിക്കുന്നവർ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ അവരാരും മുമ്പോട്ട് വരുന്നില്ല. വരുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനി ഒന്ന്,
ഇനി ഇവര് മത്സരിച്ചു എന്നിരിക്കട്ടെ, മൂന്നോ ഒരു നാലോ നല്ല പേര്. ഐഡിയ ആണ്. രണ്ടാമത് മത്സരിക്കുന്നെങ്കിൽ രാജിവെച്ചിട്ട് വേണം മത്സരിക്കാൻ എന്നൊരു തീരുമാനം എടുത്ത്. അതങ്ങോട്ട് തീർന്നു. പിന്നെ ഇവരാരും വരത്തില്ല. ഇവരാരും തല ചൊറിയാൻ പോലും പിന്നെ കൈയൊന്നും പൊക്കത്തില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പൊ മത്സരിച്ചാൽ ജയിക്കുമെന്ന് 100% ഉറപ്പുള്ളവർക്കൊക്കെ മത്സരിക്കാൻ വരാമല്ലോ. അവർക്ക് അതിന് അങ്ങനെ 100% ഉറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ അവരെ ഒന്നും വില കുറിച്ച് കാണുകയല്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ നമ്മുടെ ഓരോരുത്തരുടെ വിലയിരുത്തലല്ലേ. കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ കേരളത്തിൽ അവർക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന MP മാരൊക്കെ ഉണ്ട്. അവർക്ക് സുരക്ഷിതമായ മണ്ഡലങ്ങൾ കിട്ടിയാൽ മത്സരിക്കാനും ജയിക്കാനും ഒക്കെ കഴിയുന്ന നേതാക്കളൊക്കെ ഉണ്ടെന്തായാലും. നേതാക്കളൊക്കെ ഉണ്ട്. ഇനി എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഇനി ഒരു UDF ഗവൺമെന്റ് വരില്ല, ഒരിക്കലും വരില്ല. ഈ അഥവാ വന്നാൽ, ഇൻവേർട്ടഡ് കോമ അഥവാ വന്നാൽ, അത് ഡിവൈഡ് ചെയ്ത് പോകും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 വർഷം മുസ്ലിം ലീഗും 2.5 വർഷം കോൺഗ്രസുമായിട്ട് ഡിവൈഡ് ചെയ്തു പോകും. അല്ല ഉപമുഖ്യമന്ത്രി അതെങ്ങനെയാണ് അങ്ങനെ ഒരു കാരണം ഒരു ഭരണം കിട്ടണം? ലീഗ് ആകെ മത്സരിക്കുന്ന എത്ര സീറ്റുകളിലാണ്? ഭരണം കിട്ടണമെങ്കിൽ മിനിമം 70 സീറ്റിന് മേളിൽ വിജയിക്കാൻ കഴിയും UDF-ന്. ലീഗ് അല്ലാതെ മറ്റേത് പാർട്ടിയായ കോൺഗ്രസും ലീഗും അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടി 10 സീറ്റിൽ കൂടുതൽ വിജയിക്കാൻ കഴിയുന്ന പാർട്ടികളൊന്നും തന്നെ UDF-നൊപ്പം ഇല്ല. അപ്പോൾ അതൊരു അനധിവിദൂരമായ ഒരു വല്ലാത്ത സാധ്യതയല്ലേ. ഇവർക്ക് ഭരണം കിട്ടണമെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് സീറ്റ് കിട്ടണം, അല്ലാതെ ഭരണം കിട്ടില്ലല്ലോ. ഇല്ല, 21 സീറ്റ് 22 സീറ്റ് വരെയൊക്കെ ലീഗിന് കിട്ടിയിട്ടില്ലേ? ലീഗിന് 22 സീറ്റ് കിട്ടിയെന്ന് കരുതുക. കോൺഗ്രസിന് അതിൽ കൂടുതൽ സീറ്റ് കിട്ടാതെ, ഞാൻ ചോദിച്ചാൽ ലീഗും കോൺഗ്രസും കഴിഞ്ഞാൽ പിന്നീടുള്ള പാർട്ടികളെല്ലാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് അനൂപ് ജേക്കബ് ഗ്രൂപ്പ്, RSP, ഈ പറയുന്ന പാർട്ടികളൊക്കെ 1 സീറ്റ് 2 സീറ്റിലോ 3 സീറ്റിലോ ഒക്കെ മത്സരിക്കുന്ന പാർട്ടികളാണ്. അത്തരം പാർട്ടികളൊക്കെ വെച്ചുകൊണ്ട് അത്തരം പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടില്ല. 70 സീറ്റ് കിട്ടണ്ടേ? 70 സീറ്റ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസിന് 35-40 സീറ്റെങ്കിലും കിട്ടണം, അല്ലാതെ 70 സീറ്റ് കിട്ടില്ല. കിട്ടത്തില്ല. അത് കിട്ടാൻ പോകുന്നുമില്ല. പിന്നെ കിട്ടിയാൽ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. ലീഗ് മുമ്പോട്ടത് വെക്കും. കാരണം എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് പഴയതുപോലെ ശക്തരല്ല. ഒരു ശക്തരായിട്ടുള്ളൊരു കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന എന്റെ ഒരു അസംഷൻ, ലീഗ് പോയിട്ട് അത്തരം ഒരു കാര്യത്തിന് മുമ്പോട്ട് വെക്കത്തില്ല. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒന്നും ശക്തരല്ല. അപ്പൊ ഉറപ്പായിട്ടും ലീഗിനൊരു ആഗ്രഹമുണ്ട് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അല്ലെങ്കിൽ ഏറ്റവും ലീഗ് ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അത് ഏത് കാലത്താണ് ഇപ്പൊ ഈ ഒരു 15-20 വർഷമായിട്ടില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ആഗ്രഹമില്ലേ? അദ്ദേഹം പ്രായമായി വരുമല്ലേ? ഇത്രയും ചാണക്യനായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമില്ലേ ഒരു ഉപമുഖ്യമന്ത്രി ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ ഇരിക്കാൻ? ശരി അജയകുമാർ, താങ്കൾ അങ്ങനെ ചിന്തിച്ചുകൂടെ? ശരി, ഓക്കെ. എന്തായാലും ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് മാന്യമായിട്ട് ഞാൻ പറയുന്നത്, ഒരൊറ്റ MP മത്സരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടുകാരെ പണം നിങ്ങൾ ചെലവാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുടുംബ സ്വത്തോ ഒന്ന് വിറ്റിട്ട് പൈസ കൂടെ കെട്ടി വെക്കണം. ഇത് ഇങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം മാറ്റി എടുക്കണമെന്നേ. ഇപ്പൊ ഷാഫി പറമ്പിൽ പാലക്കാട് ജയിച്ചു, ആരാ? കോൺഗ്രസ് തന്നെ പിന്നെയും ജയിച്ചത്. ഈ ഷാഫി പറമ്പിൽ പ്രത്യേക കൊമ്പൊന്നുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കട്ടെ, നാട്ടുകാരെ പൊതുപ്പണം കൊള്ളയടിക്കാതെ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകം ഒന്നുമില്ല. നാട്ടുകാർ വോട്ട് ചെയ്താൽ ജയിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ MP-മാർ ഏത് പാർട്ടിനും ഒരു MP മത്സരിക്കാൻ പാടില്ല. നാട്ടുകാരുടെ വെല്ലുവിളിയാണ്, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. പറയാം, സണ്ണി ജോസഫ് നാട്ടുകാരാണ്, സണ്ണി ജോസഫ് പ്രത്യേകം പരിഗണിക്കുക. ഒരിക്കലും ഒരു MP-നെ മത്സരിക്കാൻ പാടില്ല. അല്ല ഇഷ്ടംപോലെ കോൺഗ്രസ്. പിന്നെ ഇനി അഥവാ കോൺഗ്രസ്സുകാർ മത്സരിച്ചാൽ രാഹുൽ മങ്കൂട്ട് തന്നെ ആദരവ് കൊടുക്കുന്ന ഒരു അഭ്യർത്ഥന വരും. പിന്നെ കിരൺ ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷിയും നിലവിൽ നിൽക്കുന്ന മെമ്പർമാർ മാറ്റി മത്സരിപ്പിക്കരുത്. കാരണം കോടിക്കണക്കിന് രൂപ പൊതു നികുതി നഷ്ടപ്പെട്ടു പോകുന്നു. ഈ പ്രവണതയാണ് രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പാണ് നല്ലത് എന്ന് പറയുന്നു. ജോസഫ് ND ആണ് ഈ കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ഷിജു കിരിയത്ത് അത് വേണ്ട, പരസ്പരം മോശം കമൻറ്റുകൾ എഴുതിയിരിക്കുന്നതാണ്, വായിക്കാത്തത്. കിരൺ വൈ, കോളേജ് നെയിംസ് ആർ നോട്ട് ഷോൺ ഇൻ ദി ഡിസ്പ്ലേ. എല്ലാവരുടെയും പേര് എഴുതി കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലരുടെ പേര് ചിലപ്പോൾ അല്പം താമസിച്ച് കാണും. വീണ്ടും അതല്ല, താങ്ക്സ് പ്രവീണ ചേച്ചി ഫോർ ഡിസ്പ്ലേയിങ് കോളേജ് നെയിം എന്ന് പറയുന്നത്. അവരുടെ പേര് എഴുതാൻ താമസിച്ചതിന് പ്രവീണയോട് നേരത്തെ തന്നെ അത് ഇടണം എന്നുള്ള നിർദ്ദേശം കൂടി PCR പറയുകയാണ്. എന്തായാലും പ്രവീണയും അത് കേട്ടിട്ടുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരിക്കലും പാർലമെന്റിലേക്ക് പോയവർ വീണ്ടും മത്സരിക്കാൻ വരരുത്. ഈ രാജ്മോഹൻ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന്, മുതുമയിലാണ് മത്സരിക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞൊരു ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണോ? പിന്നെ എന്തിനാണ് ഇവർ പാർലമെന്റിലേക്ക് മത്സരിച്ച്? അവിടെ കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ MP-മാരിൽ ചിലരെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് കോൺഗ്രസിനും UDF-നും ഒക്കെ ഗുണം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമോ, അതോ അത് അത്തരം കാര്യങ്ങൾ വേണ്ട, പുതിയ ആളുകൾ തന്നെ വരട്ടെ? എന്താണ് താങ്കളുടെ ഒരു നിലപാട്? ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചോട്ടെ. കാരണം ഇവർക്ക് കെ മുരളീധരൻ പറഞ്ഞത് 100% ശരിയാ. കാരണം ഇവർക്ക് സ്ഥിരം പരിപാടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവരെന്നെ, നിയമസഭ വരുമ്പോ ഇവരെന്നെ. വേറെ ആൾക്കാർക്കൊന്നും ഇല്ല ഇവിടെ കോൺഗ്രസിൽ. ഞാനൊരു കോൺഗ്രസ്സുകാരനാ, മനസ്സിലായിട്ടുണ്ടോ? ഇവര് സ്ഥിരം പരിപാടിയാ. ഇപ്പൊ അവിടെ ഒന്നും കടിക്കാൻ കിട്ടാണ്ടായപ്പോ ഇവിടെ വന്നിട്ട് നിയമസഭയിലേക്ക് കിടന്ന് കടി കൂടാൻ വരുന്നു. ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. AICC അതിന് മുൻകൈ എടുക്കണം. ഇവർക്ക് മാത്രം മതിയാ. പാർലമെന്റ് വന്നാലും നിയമസഭ വന്നാലും കോർപ്പറേഷൻ വന്നാലും ഒക്കെ വരെ സ്ഥിരം ഷർട്ട് കഴിച്ചിട്ട് കാറിൽ ഇറങ്ങി വരിക. ഇവിടെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ, പ്രവർത്തകർ പോസ്റ്റ് ഒട്ടിക്കലും അടിയും കൊണ്ടും കൊട്ടും താവലും. ഇവിടെ യൂത്തന്മാരുണ്ടല്ലോ, മാങ്കുട്ടികളൊക്കെ പോലെയുള്ള, അവര് മന്ത്രി ആവട്ടെ. വിശ്വനാഥ്, അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. ഇവരെന്തായാലും ഉള്ളിലേക്ക് വരുന്നത്. അഭിപ്രായം വളരെ വ്യക്തമാണ്. യുവതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ താങ്കളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഒക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു, അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? നമസ്കാരം കിരൺ. നമസ്കാരം. അത് കിരൺ എങ്ങനെ അറിഞ്ഞത്? ആരാ പറഞ്ഞ കിരണോട് ഇത്രയും വളരെ കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ചയും അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല എന്ന് ബിനോയ് വിശ്വസിക്കുന്നുണ്ടോ? ഒരാഗ്രഹവും കുറെ പേരുടെ ഫോട്ടോ കാണിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഞാനൊരു ഈ വാർത്ത വന്നതിന് ശേഷം വന്ന 3 പേരുടെ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞാൽ താങ്കൾക്ക് പ്രയാസമാവുമോ? ഒരു പ്രയാസമില്ല. 3 പേരുടെ ആദ്യ പ്രതികരണം, ഈ വാർത്ത ശനിയാഴ്ച ഞങ്ങൾ പുറത്തുവിട്ട ശേഷമുള്ള ആദ്യ പ്രതികരണം UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെതാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ആ തരം മത്സരം നടക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞത് ഹൈക്കമാൻഡ് നിലപാട് നിയമസഭയിലേക്ക് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്നലെ പറഞ്ഞത് KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് പറഞ്ഞത് ഷാഫി പറമ്പിലിന് അങ്ങനെ ആഗ്രഹം കാണും, പക്ഷേ മത്സരിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്നാണ് പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ കിരൺ. നിങ്ങള് അവർക്ക് ആഗ്രഹമില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് താങ്കൾ? എന്തോ താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഈ MP-മാർക്ക് MLA-മാരെ മത്സരിക്കാൻ ഈ വാർത്ത പുറത്തു വന്നിട്ട് ഇവരാരും എന്നാ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്നാരും പറഞ്ഞില്ലല്ലോ. അല്ല, ബഹുമാന്യനായ അടൂർ പ്രകാശ് MP-യോട് നിങ്ങൾ ചോദിച്ചപ്പം ഒരു മര്യാദയുള്ള, ഒരു അച്ചടക്കമുള്ള പാർട്ടിക്കാരനെന്നുള്ള നിലയിൽ അതൊക്കെ സംഭവിച്ചോ? മര്യാദയും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അതൊക്കെ സംഭവിച്ചു. അല്ല, അദ്ദേഹത്തിന്റെ മറുപടി തന്നെ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് താല്പര്യം, ഇനി ഹൈക്കമാൻഡിന് അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ അത് കേൾക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ ഈ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് എന്തുവാ? ഇപ്പൊ ഷാഫി പറമ്പലിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഷാഫി പറമ്പലിന്റെ പണം കൊടുത്തില്ല, ഞങ്ങൾ ഷാഫി പറമ്പലിന്റെ പേര് പറഞ്ഞതുമില്ല. അല്ല, നിങ്ങൾ ഏതാണ്ട് ഈ ഒരു 7 പേരുടെ അതിനകത്ത് ഷാഫി പറമ്പലിന്റെ പേരില്ലല്ലോ. അല്ല, നിങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടന്റെ ഉണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് ഉദുമയിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. ആരോ നിങ്ങളുടെ ആരാ പറഞ്ഞു? അങ്ങനെ ഈ വാർത്തകളൊക്കെ അറിയാതെ ഞങ്ങൾ വെറുതെ പേര് എങ്കിൽ പിന്നെ ഷാഫി പറമ്പിലിന്റെ പേര് കൊടുക്കാമല്ലോ. ഷാഫി പറമ്പിലിന്റെ പേര് കൊടുക്കാതിരിക്കുക, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പേര് കൊടുക്കുന്നത്. കിരണേ, അങ്ങനെ ഇല്ല. നിങ്ങൾ ഇതിനകത്ത് ഇപ്പൊ അടൂർ പ്രകാശിന്റെ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ 7 പേരുടെ ഈ MP-മാർക്ക് അവരുടെ നാട്ടിലിറങ്ങി പ്രവർത്തനം നടത്തേണ്ട MP-മാരെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു 7 പേരുടെ പടം വെച്ചിട്ട് ഇവർക്കെല്ലാം അപ്പം സാധാരണ മറ്റുള്ള പാർട്ടിക്കാർക്കും മറ്റുള്ള നേതാക്കന്മാർക്കും മനഃപൂർവ്വം ഒരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിലാണല്ലോ നിങ്ങളുടെ. ഞങ്ങൾ എന്താണ് കുഴപ്പമുണ്ടാക്കുന്നത്? ഞങ്ങളാണോ കുഴപ്പമുണ്ടാക്കുന്നത് ബിനോയ്? അല്ല, നിങ്ങൾ തന്നെ ഈ MP-മാരിൽ പലരും മത്സരിക്കാൻ താല്പര്യമുള്ളവരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ബിനോയ് എന്ത് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഹൈക്കമാൻഡ് അനുവദിക്കാത്തത് കൊണ്ട് ചിലർ പറയുന്നില്ല, ചിലർക്ക് അനുവദിക്കുന്നില്ലെങ്കിലും എങ്ങാനും കിട്ടിയാലോ എന്നുള്ള മോഹം ചിലർക്കുണ്ട്. കിരണെ, നിങ്ങൾ അങ്ങനെ ഒരു വാർത്തയാക്കി കൊണ്ടുവരാ. ഞങ്ങൾ ബൂത്ത് മുതൽ സ്റ്റേറ്റ് വരെ പോയി പ്രവർത്തിക്കുന്നവരാ. ഈ പാർലമെന്റുകളിലെല്ലാം ഞങ്ങൾ പോയി ഈ നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ നിരന്തരം കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാ. അവരൊക്കെ അങ്ങനെ ഒരു മോഹമോ അങ്ങനെ ഒരു ഈ കണ്ടതിൽ പലരും MLA-മാരായിരുന്നപ്പോഴാണ് MP-മാരായി മത്സരിച്ചത്, അതറിയാമല്ലോ. അത് അന്നത്തെ ഒരു അതുപോലത്തെ ഓരോ കാലത്തും ഓരോ സാഹചര്യം വരുമ്പോൾ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. സാഹചര്യം വന്നു കഴിഞ്ഞാൽ MP MLA ആയിട്ട് മത്സരിക്കും, MLA MP ആയിട്ട് മത്സരിക്കും. അതൊക്കെ സാഹചര്യം വന്നാൽ സ്വാഭാവികമായി ഉണ്ടാവും. അല്ല, അന്നത്തെ ഒരു വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ പിടിക്കണം, അങ്ങനെ ഒരു സാഹചര്യം UDF-ന് പിടിക്കണം എന്നൊരു ആഗ്രഹമില്ലേ? UDF ഇവിടെ നമുക്ക് UDF-ന് കിട്ടി, നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ ഇപ്പം. അത് കിരണ് തന്നെ അറിയാലോ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ തന്നെ പറയുന്നില്ലേ? എന്ത് പറയുന്നു? ഇത് UDF-ന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ഇന്നാളെ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞില്ലേ, UDF-ൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ളൊരു
അടിയുണ്ട് എന്നുള്ള അതിന്റെ അർത്ഥം എന്തുവാ? ഈ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇരിക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം തന്നെ പറയുന്നു. അപ്പൊ ചാനലുകാരായ വാർത്തകളെ ബിനോയ് പാർട്ടി പ്രവർത്തനമൊക്കെ ആയിരിക്കും, അത് ശരി, സംഭവിച്ചു. പക്ഷേ യാഥാർത്ഥ്യവും വാർത്തയും ഒക്കെ താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് എനിക്കറിയാം. താങ്കൾക്ക് പുറത്തു വന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണെന്നും വ്യക്തമായിട്ട് എല്ലാം അംഗീകരിക്കുന്ന ആളാ കിരൺ. നല്ലൊരു മാധ്യമ പ്രവർത്തകനാ. കിരൺ പറയുന്ന എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇത് കിരൺ വെറുതെ ഒരു ചർച്ചയാണ്. ഇങ്ങനൊരു ചർച്ച ഇത് വെറുതെ ഒരു ചർച്ചയല്ല. ഇങ്ങനെ ഒരു നീക്കം പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയിൽ അത് സംബന്ധിച്ചുകൊണ്ടാണ് കെ മുരളീധരനടക്കം പരസ്യമായി അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നത്. പാർട്ടിയിൽ പല പ്രധാനപ്പെട്ട എംപിമാർക്കും MLA-മാരായി മത്സരിക്കണം എന്നുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അത് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ശരി, ഓക്കെ. ശ്രീ ചന്ദ്രനാണ് പുനലൂരിൽ നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ നിലവിലുള്ള ജനപ്രതിനിധിയെ മത്സരിക്കാൻ അനുവദിക്കരുത് എന്നാണ്. അതായത് ജനപ്രാതിനിധ്യ നിയമത്തിൽ തന്നെ ഒരു ഭേദഗതി കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ആവശ്യപ്പെടും. പ്രത്യേകിച്ചും ഇത് കോൺഗ്രസിൽ എന്തായാലും സ്വാഭാവികമായും ഇതിന് സാധ്യതയുണ്ട്, അത്തരം നീക്കുപോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു പാർട്ടികളെ പോലെയല്ല. ഞാനൊരു കോൺഗ്രസ്, എനിക്ക് പറയാനുള്ളത് അതാണ്. അനുവദിക്ക. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണ പിള്ളൈ, കിരൺ, നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയം ജനം കാണുന്നുണ്ട്. ഒരു സൈഡ് പിടിച്ച് സംസാരിക്കരുത്. സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കുറേ നാളായി ചൊറിയുന്നു എന്ന് പറയുന്നു. ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഒരു സുരേഷ് ഗോപി അല്ല, ഒരു നേതാവും വഴങ്ങണമെന്ന് ഒരു മാധ്യമവും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു നേതാവിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നാൽ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ആ നേതാവിനുണ്ട്. കാരണം ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തവും ധാർമ്മികമായ ബാധ്യതയുമുണ്ട്. ഒരാൾ പറയുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായും അവർക്ക് നേരെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരങ്ങൾ പറയുക എന്നുള്ളത് ജനപ്രതിനിധിയുടെ സാമാന്യ മര്യാദയാണ്. അത് പാലിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതിനെ നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ശ്രീ ഗോപാലകൃഷ്ണപിള്ള. ഷാജി ഭാസ്കരൻ പറഞ്ഞു, മുരളീധരൻ MLA ആയിരുന്നപ്പോൾ വടകരയിൽ MP ആയിരുന്നപ്പോൾ നേമത്ത്, പിന്നെ തൃശ്ശൂരിൽ MP ആവാൻ മത്സരിച്ചു. അങ്ങനെ പലതവണ മത്സരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നേതാക്കന്മാർ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ഇന്ന് വാദിക്കുന്നത് BJP ആണ് എന്ന് പറയുന്നു ജയകുമാർ. അത് BJP-യിലെ 1-2 പേർ പറഞ്ഞതുകൊണ്ടാവും. അത് പക്ഷേ BJP-ക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് ഘോഷയാത്ര ഉണ്ടാവുമെന്ന് മനസ്സിലായി എന്ന് ന്യൂ തിങ്കർ പറയുന്നു. ഇവരൊക്കെ ജയിച്ചാൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘോഷയാത്ര ഉണ്ടാവൂ. ശ്രീ ന്യൂ തിങ്കർ, ജയിക്കുമോ തോക്കുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തെ അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നൊക്കെ ഗോപാലകൃഷ്ണപിള്ള പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം ആ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളാണ്. അല്ലാതെ അതിന് അതീതമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. ഏത് ആളായാലും മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അയാളുടെ, അതിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ് അവരെ നയിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പാർട്ടിയെ അവർ ചതിക്കുന്നു എന്ന് വേണം പറയാൻ. ജയൻ ചേട്ടൻ നമസ്കാരമെന്ന് സുനിൽകുമാർ പറയുന്നു. നമുക്ക് എലിസയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ എലിസ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ, ഏലിയാസാണ്, ക്ഷമിക്കണം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഏലിയാസിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട പല MP-മാരും MLA-മാരായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? സാറേ, ഞാൻ അതിനോട് അനുകൂലമാണ്. കാരണം വെച്ചാൽ എനിക്ക് എന്റെ ഒരു ഇതനുസരിച്ച് അടുത്ത പ്രാവശ്യം പിന്നെ UDF ആണ് ഭരണത്തിൽ വരുന്നത്. ഒരു 10 സീറ്റെങ്കിലും വേണ്ടി വരും. ഇവരെ എല്ലാം കൂടെ മന്ത്രിസ്ഥാനമെങ്കിലും വേണ്ടി വരും. അതിന് പ്രത്യേക നിയമം ഉണ്ടാക്കണം. കാരണം കോൺഗ്രസ്സുകാരുടെ പലരും വളരെ യങ്ങായിട്ടുള്ള നമ്മുടെ K. സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ PJ കുര്യൻ, KC ജോസഫ്, അവരൊക്കെ എന്തോ ഒരു കഷ്ടമാണ്. എത്രയും നാളായി ഇതിന്റെ പുറകെ നടക്കുന്നത്. അവർക്കൊക്കെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ സാർ? പിന്നെ അതുപോലെ അവർക്ക് വളരെ യങ്ങാണ്. പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്ക് മന്ത്രിസ്ഥാനം വേണം. പിന്നെ കേരള കോൺഗ്രസ്, RSP, PSP, KSP, അങ്ങനെ ഒത്തിരി പാർട്ടികളുണ്ടല്ലോ. അവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ ഒരു 60 സീറ്റെങ്കിലും മന്ത്രിസ്ഥാനം വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, വളരെ നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നത്. കാരണം സാധനത്തിനെല്ലാം വില കുറയും. കേരളത്തില് ഈ മൃഗങ്ങളൊന്നും കാട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. പിന്നെ നല്ല നമ്മുടെ ഗവൺമെന്റ് പിന്നെ മെഡിക്കൽ കോളേജുകളിലെല്ലാം മരുന്നിന്റെ
അയ്യറുകളിയായിരിക്കും, പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒക്കെ വളരെ നല്ല ഭരണമായിരിക്കും. പിന്നെ ആ ഇബ്രാഹിം കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ പറയണം. വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ശ്രീ മോഹനാണ് തൃക്കരിപ്പൂരിൽ നിന്നും. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ എംപിമാരൊക്കെ MLA സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഇവരുടെ മോഹം, അതിൽ ചിലർക്കെങ്കിലും അങ്ങനെ സാധ്യത ചിലപ്പോൾ വരാം, വരാതിരിക്കാനൊക്കെയുള്ള സാധ്യതകൾ എന്തായാലും രാഷ്ട്രീയമാണ്, അങ്ങനെ നമുക്ക് കൃത്യമായ ഉത്തരവൊന്നും പറയാൻ കഴിയില്ല. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? അങ്ങനെ അവർക്ക് ചിന്തിക്കാം, പക്ഷെ നല്ലൊരു ഹൈക്കമാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ സാധിക്കില്ല, അത് വിഡ്ഢിത്തമായിരിക്കും, അത്രമാത്രം. ശരി, താങ്കളുടെ അഭിപ്രായം പാർട്ടിയോട് സ്നേഹമില്ല എന്ന സൂചന. ശരി, ഓക്കെ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിലെ MPമാരിൽ ചിലരെങ്കിലും MLA-മാരാവാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വരുന്നത് UDF മന്ത്രിസഭയാവും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ മന്ത്രിയാവാം എന്നതാണ് ഈ മോഹത്തിന് പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണവും. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ന്യൂസ് കേരള ചാനല് വലിയവരുടെ സ്വപ്നങ്ങൾ വെച്ചൊരു ചർച്ച നടത്തുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഈ കോൺഗ്രസ്സുകാർക്കുള്ളത്? വർഷം 10 ആവും ഈ പ്രാവശ്യം കൂടെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അധികാരത്തിലില്ലാതായി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. കരയിൽ പിടിച്ചിട്ട മീൻ പോലെയാ. നമ്മുടെ പഴയ ഒരു സിനിമയുണ്ട്, കാവ്യമേള. അതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അങ്ങനെ നിശ്ചലം ശൂന്യമായി കിടക്കുന്ന ലോകത്ത് നിന്ന് അവർക്കൊരു മോചനം വേണം. അതിനുവേണ്ടി കാണുന്ന സ്വപ്നമാണിതൊക്കെ. 2021 UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കുപ്പായം തയ്ച്ചു വെച്ചവരൊക്കെ ഉണ്ട്. ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം അവരെന്തെല്ലാം ചർച്ചകൾ നടത്തി, ആരായിരിക്കണം ആഭ്യന്തരം, ആരായിരിക്കണം മുഖ്യമന്ത്രി, ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ്, ഇതെല്ലാം ചെയ്തിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ എന്തായി? എല്ലാം ഈ മലർപ്പടിക്കാരന്റെ സ്വപ്നം പോലെ മൊത്തം തവിടുപൊടിയായി. അതിലും തവിടുപൊടിയാകാൻ പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. കാരണം LDF-നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലൊരു ഇമേജ് ഇപ്പോൾ തന്നെ ഇല്ല. അവർ തമ്മിൽ അടിപിടിയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പടംവലിയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പാണ്. ഇങ്ങനെയുള്ള അവസരത്തില് അത്ര വിശ്വാസമാണ് ഇനിയും LDF ജയിക്കുമെന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നേ. ഇത്രയും കാലത്തിനോടിടയില് LDF ചെയ്തുപോലുള്ള എത്ര ജനോപകാരപ്രദമായ കാര്യങ്ങളും ഈ വികസന കാര്യങ്ങളും പുരോഗമന കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ജനോപകാരപ്രദമായ കാര്യങ്ങളും വികസന കാര്യങ്ങളും നടക്കുമ്പോഴെല്ലാം വിജയിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള LDF സർക്കാരുകളൊക്കെ പരാജയപ്പെട്ടത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും വികസന പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ടുമാണ് എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ നടക്കാതെ ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഘട്ടത്തിൽ മാത്രമല്ലല്ലോ, കഴിഞ്ഞ VS അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം നടന്നില്ല, അതിനു മുമ്പ് നായനാർ സർക്കാരിന് ശേഷം നടന്നിട്ടില്ല. അങ്ങനെ EMS സർക്കാരിന് തൊട്ട് എടുത്ത ഏത് സർക്കാരുകൾക്ക് ശേഷവും നടക്കാതെ പോയത് ആ സർക്കാരുകളൊന്നും ഇത്തരത്തിൽ ജനോപകാരപ്രദവും വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുമോ? അന്നത്തെ സാഹചര്യം നിലവിലില്ല. അന്നൊരു വിമോചന സമരം നടന്നു. അല്ല, അത് EMS സർക്കാരിന്റെ കാലത്ത്. അതൊക്കെ കഴിഞ്ഞ എത്രയോ വെള്ളം ഒരുപാട് ഒഴുകിയില്ലേ ശ്രീ കൃഷ്ണൻകുട്ടി? അന്നൊക്കെ ആ സർക്കാരുകളൊക്കെ പരാജയപ്പെട്ടത് വികസന പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. താങ്കൾ പറയുമോ? അത് പറയാം. അതിനിടയ്ക്ക് ഒരു ദുർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. 1964 CPI-യും CPM-ആയിട്ട് കമ്മ്യൂണിസ്റ്റുമായിട്ട് രണ്ടായിട്ട് മാറി. അത് കഴിഞ്ഞു. അതെന്തിനാ അത്രയൊന്നും പുറകിലേക്ക് പോകണ്ട. ഈ കഴിഞ്ഞ 25 വർഷം എടുത്താൽ അത് മാത്രം പരിശോധിച്ചാൽ അതിനിടയിൽ UDF LDF മുന്നണിയിൽ പോലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചെറിയ മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അവിടെയും ഭരണം നഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് കൊണ്ട് ജയിക്കില്ല എന്നൊന്നും കേരളത്തിലെ ഒരു മുന്നണിക്കും പറയാൻ കഴിയില്ല. അതിനിടയിൽ സംഭവിച്ച 2011 തെരഞ്ഞെടുപ്പില് ഒരു 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് LDF-ന് അധികാരം ഇല്ലാതായി പോയത്. അതൊക്കെ സ്ലിപ്പ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്ന പോലെയായിരുന്നു അത്. ഇപ്പൊ അങ്ങനെ സാഹചര്യങ്ങളൊന്നുമില്ല. LDF-നെതിരായിട്ട് ഒരു എലമെന്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തന നിലയ്ക്ക് താങ്കൾക്ക് അത്തരത്തിലേക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിയമപരമായിട്ട് MP-മാർക്ക് മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അവർക്ക് മത്സരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതില് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോവിന്ദ മാഷ് മന്ത്രി സ്ഥാനത്തും രാജിവെച്ചിട്ടുണ്ട്, സെക്രട്ടറി ആയത്. അതുപോലെ പിണറായി വിജയനും വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് രാജിവെച്ചിട്ട് ചെയ്തത്. മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ അദ്ദേഹം രാജിവെച്ചിട്ടാണ് MP-മാരായത്. ഇതേ സ്ഥാനത്ത് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാൻ അശോക് ഗെഹ്ലോട്ടിനോട്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്നു അന്ന്,
അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി പദവും രണ്ടും കൂടി തരികയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുമാതിരി തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എം പിമാർ മുഴുവൻ രാജിവെക്കുകയാണെങ്കിൽ വയനാട് എം പിയും രാജിവെച്ച് മുഖ്യമന്ത്രിയാക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാതിരി തന്നെ നമ്മുടെ ഇനിയിപ്പോ ഇവര് ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ മുഴുവൻ മത്സരിക്കാൻ നിന്ന ഈ ഇപ്പൊ ഇടതുപക്ഷം ചെയ്യാറുണ്ട്. ഇപ്പൊ വീണ ജോർജിനെ, അതുപോലെ ജോൺ ബ്രിട്ടാസിനെ, അതുപോലെ നികേഷ് കുമാറിനൊക്കെ മത്സരിപ്പിച്ച മാതിരി ഇതുമാതിരി തന്നെ മാധ്യമ പ്രവർത്തകർ താങ്കൾ ഈ തെരഞ്ഞെടുത്ത 3 പേരും പാർട്ടി പ്രവർത്തനത്തിൽ അടിസ്ഥാനപരമായ പാർട്ടി പ്രവർത്തകരുടെ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. താങ്കൾ ഈ പറഞ്ഞ 3 പേരെ മത്സരിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ 3 പേരും ഒരേ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. പാർട്ടി പ്രവർത്തകരായി വന്ന് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളല്ല 3 പേരും. അങ്ങനെ മനസ്സിലായില്ലേ സാറേ? താങ്കൾ പറഞ്ഞ 3 പേരുടെ പേരുകൾ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അവസരം കൂടുതലായി നൽകണം എന്നൊക്കെ പറയുന്നതിന് ന്യായമുണ്ട്. താങ്കൾ ഈ പറഞ്ഞ 3 പേരുകളും സവിശേഷമായ സാഹചര്യത്തിൽ അവർക്ക് ഈ സ്ഥാനങ്ങളിൽ മത്സരിപ്പിക്കാൻ മറ്റു പല കാരണങ്ങൾ കൊണ്ട് മത്സരിപ്പിക്കാൻ തിരഞ്ഞെടുത്തവരാണ്. അവർ ആരും പാർട്ടി അടിസ്ഥാനപരമായി പ്രവർത്തിച്ചു വന്ന് പാർട്ടിയിലൂടെ ഉയർന്നു വന്ന ആളുകളല്ല 3 പേരും. അവരെ മത്സരിപ്പിച്ച തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെ ആ ഗണത്തിൽപ്പെടുത്തിയല്ല അവരെ മത്സരിപ്പിച്ചത്. അല്ല, അതേമാതിരി തന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറയണേ. അല്ല, അങ്ങനെയുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതിനു വേണ്ടി ഇവർ മാറി നിൽക്കേണ്ട. അവരെക്കാളൊക്കെ എന്തായാലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കല്ലേ കൂടുതൽ അർഹത. അല്ലല്ല, ഞാൻ പറയുന്നത് അവര് UDF വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അറിയാം. കാരണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി സംസാരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് ആരോഗ്യമന്ത്രിക്ക് ആയി കഴിഞ്ഞാണ്ടല്ലോ വളരെ നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. കാരണം അവരെ മത്സരിക്കുമ്പോൾ മറ്റുള്ള ഈ കുറവുകളും കുറ്റങ്ങളും നികത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ആരോഗ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. സുരേന്ദ്രൻ, അങ്ങനെ പല പാർട്ടികളും വിജയത്തിന് വേണ്ടിയൊക്കെ പണ്ട് കാലങ്ങളിൽ മന്ത്രിസഭയിലെ മികവിന് വേണ്ടി അത്തരം ഒന്നാം EMS മന്ത്രിസഭയിലൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്നതിനപ്പുറത്തേക്ക് മറ്റു മികവുകൾ കണ്ടാണോ മത്സരിപ്പിക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകും മുമ്പ് പ്രവീണ PCRൽ നിന്ന് ഇടവേളയിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുന്നു. എന്തായാലും ഒരു ചെറിയ ഇടവേള. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അനിൽ കിളിമാനൂരാണ്. അനിൽ കിളിമാനൂർ, താങ്കളുടേക്ക് ഉടൻ തന്നെ വരാം. സുനിൽകുമാർ പറയുന്നു, ഗോവിന്ദൻ മാഷും ബേബി സാറിനും ഉത്തരമില്ല. സുരേഷ് ഗോപി മിണ്ടിയില്ലേൽ പ്രശ്നം, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നു. ശ്രീ സുനിൽകുമാർ, താങ്കളുടെ ഈ വാചകമാണ് ഇരട്ടത്താപ്പ്. ഗോവിന്ദൻ മാഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഗോവിന്ദൻ മാഷ് ഒക്കെ പ്രതികരിക്കാൻ വേണ്ടി ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അവരുടെ പ്രതികരണമില്ലാതിരുന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രതികരിക്കാതെ CPM എന്ന് തന്നെയാണ് കൊടുത്തത്. അതിന് യാതൊരു സംശയമില്ല. ഈ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ, ഉദാഹരണം എടുക്കുമ്പോൾ ഒരു സാമാന്യം ഈ ലോജിക്കായി ഒരു ഉദാഹരണങ്ങൾ എടുക്കുന്നത് കൂടുതൽ നന്നാവും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉദാഹരണം വലിച്ചുവാരി എഴുതിയാൽ കാര്യമില്ല. ശ്രീ സുനിൽകുമാർ. രാം MS പറയുന്നു, CPM ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് MP മാർ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരാനല്ലേ എല്ലാവരും നോക്കുന്നത്. CPM MLA മാർ MP മാരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണ്. ഒരു പാർട്ടിയിൽ ഒരാളെ മത്സരിച്ചാലേ അവിടെ ജയിക്കൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടിയും MP ആണോ MLA ആണോ എന്നൊക്കെ അത്തരം സീറ്റുകളിലേക്കൊക്കെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം കൂടുതൽ MLA മാർ ഉണ്ടെങ്കിലേ അധികാരം നിലനിർത്തും. ഇപ്പോൾ എന്തായാലും കേന്ദ്രത്തിൽ ഒരു MP കുറഞ്ഞതുകൊണ്ട് അധികാരം നഷ്ടപ്പെടാനുള്ള അവസ്ഥയൊന്നും കോൺഗ്രസിനില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത സ്വാഭാവികമായും ഉണ്ട്. തള്ളിക്കളയാനാവില്ല. തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. പറഞ്ഞത് ശരി. പോയിന്റ്, ജയിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് ഉള്ളൂ, വോട്ടർമാർ വിചാരിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമെന്ന് ന്യൂ തിങ്കർ പറയുന്നു. നിലവിലുള്ള MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയാൽ ആ ഒഴിവിൽ വീണ്ടും ഇലക്ഷൻ നടത്താനുള്ള ക്യാഷ് അവരോട് ഈടാക്കണമെന്നൊക്കെ സുനിൽകുമാർ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഒരു നിയമം നമുക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നതിന് MP MLA ആയിട്ടോ MLA MP ആയിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ടോ ഒക്കെ നാളെ മത്സരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലില്ല. അതുകൊണ്ട് അതിൽ ക്യാഷ് ഈടാക്കണമെന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമായ ഒരു വാദം തന്നെയാണ്. ഇന്നത്തെ ചർച്ച UDF ദോഷം ചെയ്യുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ചർച്ച ഒന്നും നടത്തിയതുകൊണ്ട് UDF LDF അല്ലെങ്കിൽ BJPക്കോ ഏതെങ്കിലും പാർട്ടിക്കൊന്നും അങ്ങനെ ദോഷം ചെയ്യാറുന്നില്ല. മാധ്യമങ്ങളുടെ ചർച്ചയൊക്കെ ആളുകൾ അതിൻ്റേതായ എടുക്കേണ്ട പോയിന്റുകൾ എടുക്കാനും തള്ളേണ്ട പോയിന്റുകൾ തള്ളാനും ഒക്കെ അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ പ്രേക്ഷകർ. ഗോവിന്ദനേക്കാളും മകനേക്കാളും ഭാര്യയെക്കാളും നല്ലവൻ ലോകത്തില്ല. എന്താണ് കുന്തവും കുടച്ചക്രവും പറയുന്നത് സുനിലെ എന്നൊക്കെ ജയകുമാർ കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നു. ഷാജി ഭാസ്കരൻ, പാലക്കാട് മുഖ്യമന്ത്രി ഓഫീസ് വരെ തുടങ്ങിയ ഒരാൾ എന്ന് പറയുന്നു. ഇനി അന്നത്തെ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചതുകൊണ്ടാണോ ഇത് പറയുന്നറിയില്ല. കിരൺ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം കേരളം ആര് ഭരിക്കുമെന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും തമ്മിലൊന്നും ചിലപ്പോൾ ഒരു സൂചന ആവാം. അതിനപ്പുറത്തേക്ക് അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നിയമസഭയും പഞ്ചായത്തും ലോക്സഭയും എല്ലാം വളരെ വ്യത്യസ്തമായ ഫലങ്ങൾ വരുന്ന ഒരു നാടുകൂടിയാണ് കേരളം. മറ്റൊന്ന്, ഈ
സുന്ദരൻ വി പി ആണ്. സുന്ദരൻ വി പി ഒരേ അഭിപ്രായം തന്നെ ഒരു 3-4 തവണ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വായിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും സീറ്റ് കൊടുക്കല്ലേ അങ്ങേര് എന്ന് പറയുന്നു. കുറിയിട്ട് കാണാൻ ആഗ്രഹം എന്നൊക്കെ ശക്തിമാൻ പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ശ്രീ അനിലാണ് കിളിമാനിൽ. ശ്രീ അനിൽ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ അടൂർ പ്രകാശ് സാറ് കോന്നിയിൽ നിന്നാൽ ജയിക്കും. വേറെ ഈ പറയുന്ന വ്യക്തികൾ ആരും എവിടെ നിന്ന് കഴിഞ്ഞാലും ജയിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ കൊടുക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ആളുകൾ ഒക്കെ എത്രയോ വർഷമായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊക്കെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ പ്രയാസമുള്ള ആളാണോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണു നട്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല എം പിമാരും. ഹൈക്കമാൻഡ് അനുമതി നൽകുമോ ഇല്ലയോ എന്നുള്ള വിഷയമൊക്കെ പിന്നീട് അറിയേണ്ടതാണ്. എന്തായാലും കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ച സജീവമായി തന്നെയുണ്ട്. താങ്കൾ ഒരു ഇടത് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ ചർച്ചയിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്നലെ നിങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഒരു തള്ളാണ്, വെറുതെ വെച്ച് തള്ളുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ അടൂർ പ്രകാശിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് വ്യക്തമായിരുന്നു. മഞ്ജുഷ് ഗോപാലിന് വളരെ സന്തോഷമായിരുന്നു. കാരണം വെച്ചിരുന്ന ഇത് കൃത്യമായി ഈ പെട്ടിക്കകത്ത് വീണു എന്നുള്ളതാണ് ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത്. ആരൊക്കെയാണ് പേരുകൾ, എല്ലാവർക്കും വരാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരെല്ലാം ഈ മത്സരത്തിന് തയ്യാറെടുത്ത് തുന്നം വെച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ തന്നെ പുറത്തുവിട്ട വാർത്തയുണ്ടല്ലോ, ഇന്നത്തെ സണ്ണി ജോസഫിന്റെ വാർത്ത. സണ്ണി ജോസഫ് പറയുന്നു ആഗ്രഹമുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിർത്തുകയാണ്. അപ്പം പുതിയാപ്ലേ വടകര വിടില്ല എന്നാണ് പറയുന്നത്. അപ്പം അപ്പോഴാണ് അതിന്റെ അപകടം മണത്തുകൊണ്ട് ഷാഫി അപ്പുറത്ത് നിന്ന് അങ്ങനെ അതിനെ ഒന്ന് വേറൊരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഞാൻ ആഗ്രഹിക്കുന്ന ഇവരെല്ലാം ഇവിടെ മത്സരിക്കണമെന്നാണ്. ഇവരെല്ലാം ഈ 18 പേരും മത്സരിക്കട്ടെ. ഇവരുടെ ആഘാതം അത്രത്തോളം കൂടും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവരെല്ലാം മത്സരിക്കുകയും ജനങ്ങൾ എന്തിനാണ് ഇവരിപ്പോ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുന്നത്? ഇവർക്ക് ഈ 10 കൊല്ലവും ബാക്കി അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ വന്നുകൊണ്ട് ഈ അധികാരം പിടിച്ചു പറ്റണം എന്നുള്ള അധികാരമോഹം ജനം തിരിച്ചറിയല്ലേ? അത് തിരിച്ചറിയില്ല. ജീവു, വേറെ കാര്യം താങ്കൾ മനസ്സിലാക്കണം. ഈ എം പിമാരൊക്കെ കേരളത്തിൽ എം എൽ എമാരായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് എം എൽ എ ആയിരിക്കാൻ വേണ്ടി ഒരു എം പി സ്ഥാനം കഴിഞ്ഞ് മത്സരിക്കില്ല. അവരൊക്കെ മന്ത്രിയാവാം എന്നുള്ള മോഹം കൊണ്ടാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ UDF അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട് എന്നുള്ളത് കൂടി താങ്കൾ കാണണം. നിങ്ങൾ കഴിഞ്ഞ 15 കൊല്ലത്തെ അല്ലെങ്കിൽ 20 കൊല്ലത്തെ ഇതൊന്ന് എടുത്തു നോക്കൂ. 20 കൊല്ലത്തെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എടുത്തു നോക്കൂ. കോൺഗ്രസിന് എത്ര സീറ്റാ കോൺഗ്രസിന്? ഇവരെവിടെ മത്സരിക്കുന്ന പറയുന്നത്? ഇവർക്കെല്ലാം ജയിക്കുന്ന വേണം. ആ ജയിക്കുന്നിടത്ത് പോയാൽ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നവര് കൊടുക്കുമോ? കുണ്ടറ രാജ്മോഹൻ ഉണ്ണിത്താന് കൊടുക്കുമോ? അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യും? ഞാൻ പറഞ്ഞത് ഇവരെവിടെ മത്സരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവര് വരട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ അധികാര കൊതിയന്മാരായ ഈ കോൺഗ്രസുകാരുടെ കൃത്യമായ രൂപം ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഒരു 10 വയസ്സുള്ള കുട്ടി ഇപ്പൊ 20 വയസ്സായിട്ടുണ്ടാവും ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ട്. അവർക്ക് പിണറായി 1ഉം 2ഉമേ അറിയാവുള്ളൂ. പക്ഷെ ഈ കോൺഗ്രസുകാരുടെ കൃത്യമായ രൂപം അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത വന്നത്. അത് വരട്ടെ, ഇവർ മത്സരിക്കട്ടെ. ഇവരുടെ ആഘാതം അതോടുകൂടി അങ്ങോട്ട് താഴോട്ട് വട്ടെ. കോൺഗ്രസ് ഇല്ലാതാകണമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്ക് താല്പര്യമില്ല അതിനകത്ത്. പക്ഷെ ഇത്തരത്തിൽ അധികാര കൊതിമൂത്ത് വെള്ളയും ഇട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പറയുന്ന ജീവികളെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കട്ടെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ദീപു. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ എം പിമാരെയൊക്കെ എം എൽ എമാരായി മത്സരിക്കാനുള്ള അവരുടെ താല്പര്യത്തെ പോസിറ്റീവായി കാണുന്നു, അതോ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണോ? ശരി, നമസ്കാരം സാർ. നമസ്കാരം. അടുത്ത കാലത്ത് എന്റെ കാഴ്ചപ്പാടെന്ന് പറയണേ, അടുത്ത കാലത്ത് കേരളത്തിലെ ഈ കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലത് വടകര ഷാഫി പറമ്പിൽ വന്നതാണ്. ഒന്ന് അത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ എം പിമാരൊക്കെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിൽ അവർ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി ഡൽഹിയിൽ ഇനി വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിൽ വന്ന് UDF ഭരണം കിട്ടിയാൽ ഒരു മന്ത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. ഈ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഇങ്ങനെ നടന്നിട്ട് വലിയ കാര്യമില്ലാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഫസ്റ്റ് ഡേ ഈ പാർലമെന്റ് കൂടിയ ദിവസം പറഞ്ഞ ഒരു വിഡ്ഢിത്തം, ഫസ്റ്റ് പ്രസംഗം അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രതിപക്ഷ നേതാവിന്റെ ഫസ്റ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞെന്ന
പ്രധാനമന്ത്രി വന്നപ്പോ ഓം ബിർള കുമ്പിട്ട് വണങ്ങി. ഞാൻ വന്നപ്പോ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നു. ഒരാളും നമ്മുടെ നാട്ടിൽ മുതിർന്നവരെ അപ്പൊ ഓം ബിർള അതിന് മറുപടിയും പറഞ്ഞു. അതായത് ബറാബർ ആദിമികളുടെ അടുത്ത് നമ്മൾ തല കുമ്പിടേണ്ട ആവശ്യമില്ല. സീനിയർ ആയ ആളുകളെ, മുതിർന്ന ആളുകളെ, നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അദ്ദേഹം ആരോട് പറഞ്ഞു എന്നാണ് ശ്രീ പ്രസിഡന്റ് പറയുന്നത്? പാർലമെന്റിൽ പറഞ്ഞ കാര്യം. ആര് വണങ്ങിയില്ലെന്നാണ് പറയുന്നത്? അതായത് സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിനെ വണങ്ങിയില്ലാന്ന്. രാഹുൽ ഗാന്ധിക്ക് അവസരം പ്രസംഗിക്കാൻ കൊടുത്തില്ല എന്നായിരിക്കും പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ വണങ്ങിയില്ല എന്നൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്കറിയില്ല. ഫസ്റ്റ് വാർഡ് ഇതായിരുന്നു. ശ്രീ പ്രസിഡന്റ്, അങ്ങനെ ഒരാളാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആക്ഷേപങ്ങളൊക്കെ പറയാം. പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെ മറ്റുള്ളവർ എന്നെ വണങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം ഒരു സാധാരണ ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തിന് മറ്റു ആക്ഷേപങ്ങൾ താങ്കൾക്ക് പറയാൻ കാണും. ഇത്തരം ഒരു ആക്ഷേപം എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെയും അതേ പ്രധാനമന്ത്രിയെ കാണുന്ന ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് എണീറ്റാൽ മറ്റുള്ളവരെ ഇരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട്. അതാണ് പാർലമെന്ററി മര്യാദ എന്ന് പറയുന്നത്. അത് പാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും സ്പീക്കറോട് അത് പറഞ്ഞിട്ടുണ്ടാവും പ്രതിപക്ഷ നേതാവ്. അത് ഏത് പ്രതിപക്ഷ നേതാവായാലും ഒരു പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് പ്രസംഗിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ, നിയമസഭയിൽ എണീറ്റ് കഴിഞ്ഞാൽ ആ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കുക, മറ്റുള്ളവരോട് ഇരിക്കാൻ പറയുക എന്നുള്ളത് സ്പീക്കറുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രസംഗം. എന്തായാലും അങ്ങനെ രാഹുൽ ഗാന്ധിയെ വണങ്ങിയില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു ആക്ഷേപം ഉന്നയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വാർത്ത ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആ തരത്തിലേക്കുള്ള ഒരു നേതാവായിട്ടല്ല. ഞാൻ പറഞ്ഞില്ല, ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാം. പക്ഷേ ഒരു പൊതുജീവിതത്തിലൊക്കെ രാഹുൽ ഗാന്ധി പുലർത്തുന്ന മര്യാദയും സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിലെ ഒരു രീതിയും ഒക്കെ ഉണ്ട്. അത് അവിടെ എവിടെയും അങ്ങനെ ഒരു ആ തരത്തിലുള്ള ഇടപെടൽ കണ്ട ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി. അതെ, ഫസ്റ്റ് അതായത് കുമ്പിട്ട് വണങ്ങിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കരുത്. പ്രധാനമന്ത്രിയുടെ അടുത്ത് കുമ്പിട്ട് വണങ്ങി, എന്റെ അടുത്ത് കുമ്പിട്ട് വണങ്ങിയില്ല. സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ടാണ് ഷെയ്ക്കാൻഡ് വന്നതെന്ന് അങ്ങനെ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അടുത്ത് കുമ്പിട്ട് വണങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആക്ഷേപിച്ച് കാണും. അത് സ്വാഭാവികമായും അങ്ങനെ സ്പീക്കർ പ്രധാനമന്ത്രിയുടെ അടുത്ത് കുമ്പിട്ട് വണങ്ങേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ നമസ്കരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സ്പീക്കർ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് സഭ നിയന്ത്രിക്കുമ്പോൾ. അങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോൾ എണീറ്റ് കുമ്പിട്ട് വണങ്ങേണ്ട ആളല്ല സ്പീക്കർ. സ്പീക്കർ ഓം ബിർള ബഹുമാനത്തോടെ പറഞ്ഞു, മുതിർന്ന ഒരു വ്യക്തി. താങ്കൾ എന്തായാലും ആ കാര്യത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്ത് തെറ്റുണ്ട് എന്നാണ് എന്റെ ബലമായ വിശ്വാസം. താങ്കൾ എന്തായാലും അത് പരിശോധിക്കാം. അതൊരു കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ BJP പോലൊരു പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതൊക്കെ വലിയ വിഷയമാക്കി എടുക്കുന്ന ഒരു പാർട്ടി കൂടിയല്ലേ. അവർക്ക് ആ തരത്തിലേക്കൊക്കെ എടുക്കുകയും ചെയ്തേനെ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇടതുപക്ഷ ഭരണ വിരുദ്ധ വിചാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദർശനം നാം നേരിൽ കണ്ടതാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFന്റെ അത്ഭുതകരമായ, അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വിജയം. അപ്പോ ഏതായാലും ഈ ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും UDF കേരളത്തിലേക്ക് അധികാരത്തിൽ വരികയും ചെയ്യുകയാണ്. അതിന്റെ ഒരു സാഹചര്യത്തില് കേരളത്തിലെ MP-മാരായാലും MLA-മാരായാലും മുൻ MLA-മാരായാലും ഒക്കെ അവരൊക്കെ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ അത് നമ്മളൊരു കുപ്പായ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ് അവസാനം തോറ്റുപോയത്. പക്ഷെ നമ്മൾ വെറുതെ കുപ്പായ തിരിച്ചു കൊടുക്കുന്ന അവരാരും തന്നെ ഞങ്ങൾ നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം MP-മാർ അങ്ങനെ മത്സരിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞവരും, ആവശ്യമെങ്കിൽ മത്സരിക്കാം, അങ്ങനെ വരാം എന്ന് പറഞ്ഞവരും, ഇത് അധികാര മോഹം കൊണ്ടാണ് എന്ന് പറഞ്ഞതും, പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കാൻ വേണ്ടി വഴിമാറുകയാണ് എന്ന് പറഞ്ഞത് തെറ്റായ രീതിയാണ് എന്നൊക്കെ പറഞ്ഞതിനും പലതരത്തിൽ അഭിപ്രായ പ്രകടനങ്ങളാണ് സ്വാഭാവികമായും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.